നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ മാഹിൻ OS. ഞാൻ തൊടുപുഴ അല്ലസ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം എന്ന അസുഖത്തെക്കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയാണിത്. എങ്കിൽ പലപ്പോഴും നമ്മൾ അതിന് ആവശ്യമായ ശ്രദ്ധ നൽകുന്നുമില്ല. നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 4 പേരിൽ ഒരാൾ രക്തസമ്മർദ്ദമുള്ള ആളാണ്. എപ്പോഴാണ് നമ്മൾ രക്തസമ്മർദ്ദം ഉണ്ടെന്ന് അറിയുക? സാധാരണ രീതിയിൽ ഈ അസുഖത്തെ നമ്മൾ സൈലന്റ് കില്ലർ എന്നാണ് വിളിക്കുക. കാരണം ഈ അസുഖത്തിന് കാര്യമായ ലക്ഷണങ്ങൾ എപ്പോഴും കാണണം എന്നില്ല. എങ്കിലും ആളുകളിൽ അസുഖം വരികയാണെങ്കിൽ നമുക്ക് തലവേദന, തലകറക്കം, കാഴ്ചയ്ക്കുണ്ടാകുന്ന മങ്ങലുകൾ, തലയ്ക്കുണ്ടാകുന്ന ഭാരം, ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. നമ്മുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള രക്തസമ്മർദ്ദം നമ്മൾ കണക്കാക്കുന്നത് 120/80 എന്ന രീതിയിലാണ്. 120 എന്ന് പറഞ്ഞാൽ ഉയർന്ന രക്തസമ്മർദ്ദം. സാധാരണ ഹൃദയത്തിൽ നിന്നും രക്തം നമ്മുടെ രക്തധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദവും 80 എന്ന് പറയുന്നത് ഹൃദയം റിലാക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദമാണ്. ഒരാളുടെ രക്തസമ്മർദ്ദത്തിന്റെ തോത് 130/80 എന്ന തോതിൽ കവിയുകയാണെങ്കിൽ അയാളെ നമ്മൾ ഹൈപ്പർ ടെൻഷനുള്ള രോഗി എന്ന് വിളിക്കപ്പെടും. 120 മുതൽ 130 വരെയുള്ള ബ്ലഡ് പ്രഷറുകൾ ഉള്ള ആളുകളെ നമ്മൾ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നാണ് വിളിക്കുക. എന്തൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന കാരണങ്ങൾ? സാമാന്യമായി കാണുന്നത് പ്രായത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് BP ഡെവലപ്പ് ചെയ്യാറ്. സാധാരണ രീതിയിൽ 40 വയസ്സിൽ മുകളിലുള്ള ആളുകളിൽ നമ്മൾ BP കണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിന്റെ ജെനറ്റിക്സ്, നമ്മുടെ ജീവിതശൈലികൾ, മദ്യപാനം, പുകവലി, ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി, സ്ട്രെസ്, നമ്മുടെ ഭക്ഷണ രീതികൾ, കോഫീൻ അതിൻ്റെ അമിതമായ ഉപയോഗം എന്നിവയെല്ലാം ഹൈപ്പർ ടെൻഷന് കാരണമാകുന്നുണ്ട്. ഇവ കൂടാതെ ചില കിഡ്നിക്കുണ്ടാകുന്ന അസുഖങ്ങൾ, രക്തക്കുഴലുണ്ടാകുന്ന അസുഖങ്ങൾ, നമ്മുടെ ആഗ്നേയഗ്രന്ഥിയിലുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടും നമുക്ക് BP ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ BPയുടെ ലക്ഷണങ്ങൾ കാണുന്നവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതുണ്ടെന്ന് മനസ്സിലാക്കുക? മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ളവരിലോ അല്ലാത്ത പക്ഷം 40 വയസ്സിന് മുകളിലുള്ളവർ കൃത്യമായ ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പുകൾ അഥവാ വീടിനടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലോ അംഗൻവാടികളിലോ കൃത്യമായ സമയങ്ങളിൽ ഉണ്ടാകുന്ന BP ചെക്കപ്പുകൾ പങ്കെടുക്കുകയും ആ ചെക്കപ്പുകളുടെ ഭാഗമായി നമ്മുടെ BP മെഷർ ചെയ്യുകയും അത് കൂടുതലായി കാണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. BP നോർമലായി നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാകാറുണ്ട്. നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നിക്കുണ്ടാകുന്ന തകരാറുകൾ, കാഴ്ചയിലുണ്ടാകുന്ന തകരാറുകൾ, രക്തക്കുഴലുകളുണ്ടാകുന്ന തകരാറുകൾ ഇവ ഉണ്ടാകാം. എങ്ങനെയാണ് BP നമ്മൾ കൺട്രോൾ ചെയ്യുക? നമ്മുടെ ശരീരത്തിന്റെ ജീവിതശൈലി മൂലം നമുക്ക് ഒരു പരിധിവരെ BP കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് പറയുന്നത് ഒരു ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ എക്സസൈസുകൾ ചെയ്യുകയും അങ്ങനെ ആഴ്ചയിൽ മിനിമം 5 ദിവസം എക്സസൈസുകൾ ചെയ്യുകയും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കൊഴുപ്പ്, അതേപോലെ കോഫീൻ അങ്ങനെയുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ BP കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പിന്റെ അളവ് കൂടുതലാണെങ്കിലും അത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയാണ്. അതുമൂലം നമുക്ക് ഒരു ദിവസം അനുവദനീയമായ ഉപ്പിന്റെ അളവ് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 5 ഗ്രാം ആണ് നമുക്ക് അനുവദനീയമായ ഉപ്പിന്റെ അളവ്. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിന്റെ ഉപയോഗം നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷനെ പ്രതിരോധിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ ജീവിതശൈലി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പുകവലി, അതേപോലെ മദ്യപാനം എന്നിവ പാടെ ഉപേക്ഷിക്കുക. ഭക്ഷണത്തിൽ കഫീൻ പോലെയുള്ള ശീതളപാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. വെജിറ്റബിൾസ്, ഇലയ ആഹാരങ്ങൾ ഒരുപാടായി കഴിക്കാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ, ആദ്യം പറഞ്ഞതുപോലെ ദിവസത്തിൽ 20 മുതൽ 30 മിനിറ്റ് വരെ, ആഴ്ചയിൽ 5 ദിവസം പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്, ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള നിരന്തരമായ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്, ആങ്സൈറ്റി
ഇങ്ങനെയുണ്ടെങ്കിൽ അതുമൂലവും BP ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതും അത്യാവശ്യമാണ്. നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ചികിത്സാ രീതികളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. നിരന്തരമായ ചെക്കപ്പുകളിൽ നമ്മുടെ BP ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു കണ്ടാൽ നമ്മൾ ഉടൻ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടുകയും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ തുടരേണ്ടതുമാണ്. ജീവിതശൈലി രോഗങ്ങളെ സമയാസമയം കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനും നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളായ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹൈ കൊളസ്ട്രോൾ, അമിതവണ്ണം ഇതേപോലെയുള്ള അസുഖങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കുവാനും അതിൻ്റെ കൃത്യമായ ചികിത്സാ രീതികളും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും അറിയുന്നതിനും നമ്മുടെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളിലും ഫിസിഷ്യൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്.